ബിസ്മില്ലാ അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ദൈവവിശ്വാസവും പരലോക വിശ്വാസവും നന്മ തിന്മകളെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകളുമെല്ലാം മനുഷ്യനെ നന്മയിലേക്ക് കൂടുതൽ അടുപ്പിക്കുകയും തിന്മകളിൽ നിന്ന് അവനെ പരമാവധി അകറ്റി നിർത്തുകയും ചെയ്യും എന്നുള്ളത് നമ്മൾ നേരത്തെ മനസ്സിലാക്കി. മാത്രമല്ല, ദൈവമില്ലെങ്കിൽ, പരലോകമില്ലെങ്കിൽ, അത്തരം വിശ്വാസങ്ങളില്ലെങ്കിൽ നന്മ തിന്മ എന്നുള്ളതിന് തന്നെ അർത്ഥമില്ലാത്ത ഒരവസ്ഥയിലേക്കായിരിക്കും ആ കാഴ്ചപ്പാടുകൾ പോവുക എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. ഇതിനർത്ഥം നിരീശ്വരവാദികളായ അല്ലെങ്കിൽ ഇതിനെ നിഷേധിക്കുന്ന ആളുകൾക്കൊന്നും അവരുടെ ജീവിതത്തിലൊന്നും ഒരു നന്മയുമില്ല എന്നല്ല. അങ്ങനെ ദൈവത്തിൽ വിശ്വസിക്കാത്ത ഒരാൾക്ക് ഒരു നന്മയും ചെയ്യാൻ പറ്റൂല എന്നല്ല പറയുന്നത്. മറിച്ച് ഇസ്ലാമിക കാഴ്ചപ്പാടിൽ തന്നെ കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര, എല്ലാ മനുഷ്യരും ഒരു ശുദ്ധ പ്രകൃതിയിലാണ് ജനിച്ചു വീഴുന്നത്. അങ്ങനെയുള്ള നന്മകൾ എല്ലാവരിലും ഉണ്ടാകും. പക്ഷേ നിരീശ്വരവാദികൾക്ക് പരലോകമില്ലെന്ന്, ദൈവമില്ലെന്ന് പറയുന്നവരെ സംബന്ധിച്ചിടത്തോളം ആ നന്മ, ആ സ്വാഭാവികമായും അവനിലുള്ള നന്മക്കപ്പുറത്തേക്ക് അവൻ എന്തെങ്കിലും തിന്മകൾ ചെയ്യാൻ അവന്റെ മനസ്സ് ആഗ്രഹിച്ചാൽ അത് ചെയ്യരുതെന്ന് പറഞ്ഞ് തടുക്കാൻ അവന് കൃത്യമായൊരു ഡ്രൈവിംഗ് ഫോഴ്സ് ഇല്ല. ഏതെങ്കിലും നന്മകൾ ചെയ്യണമെന്ന് അവനോട് പറയാൻ ഒരു ഡ്രൈവിംഗ് ഫോഴ്സ് ഇല്ല. നമ്മൾ ആലോചിച്ച് നോക്കുക, ഈ നിരീശ്വരവാദം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള മതവിമർശനം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നടക്കുന്ന ഈ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ സമൂഹത്തിനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താ? അവർ സമൂഹത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താ? ഒരു മത വിശ്വാസവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ഫംഗ്ഷനിൽ നിങ്ങൾ വന്നാൽ, ഒരു പ്രോഗ്രാമിൽ വന്നാൽ നിങ്ങൾ എന്തൊക്കെ കേൾക്കും? നിങ്ങൾ ദാനധർമ്മം ചെയ്യണേ, നിങ്ങൾ മാതാപിതാക്കളോട് നല്ല രീതിയിൽ പെരുമാറണേ, മുതിർന്നവരെ ബഹുമാനിക്കണേ, താഴെയുള്ളവരോട് കരുണ കാണിക്കണേ, അതേപോലെ തന്നെ ദരിദ്രരായ ആളുകളെ നിങ്ങൾ സഹായിക്കണേ. ഇങ്ങനെ അനേകം നന്മകൾ ഏത് മതവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചടങ്ങുകളിൽ പോയാലും നിങ്ങൾ കേൾക്കും. പക്ഷേ നിരീശ്വരവാദ പ്രോഗ്രാമുകളിൽ നിങ്ങൾ എപ്പോഴെങ്കിലും അങ്ങനെ ഒന്ന് കേട്ടിട്ടുണ്ടോ? അങ്ങനെ ഏതെങ്കിലും ഒരു നന്മ പറയുക എന്ന് പറയുന്ന ഒരു സംഭവം കേട്ടിട്ടുണ്ടോ? അങ്ങനെ മനുഷ്യന്റെ മനസ്സിനെ നനക്കുന്ന എന്തെങ്കിലും ഒന്ന് ഇത്തരം ആളുകളുടെ വേദികളിൽ നിന്ന് കേൾക്കുന്നുണ്ടോ? ഇല്ല, കേൾക്കുന്നില്ല എന്ന് മാത്രമല്ല, അതിനപ്പുറത്തേക്കുള്ള വളരെ അപകടകരമായ അവസ്ഥകളിലേക്ക് പോകുമ്പോൾ അതിനെ തടയാൻ പോലും അവരുടെ ആശയം കൊണ്ട് സാധ്യമല്ല. ഞാൻ ഒറ്റ ഉദാഹരണം പറയാം. നമ്മളെല്ലാവരും നമ്മുടെ ഉമ്മയെ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക. നമ്മുടെ ഉമ്മയെ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക. ഇപ്പോ ജീവിച്ചിരിക്കുന്ന ഉമ്മയാണെങ്കിൽ ആ ഉമ്മയുടെ മരണം എന്ന് പറയുന്ന കാര്യത്തെക്കുറിച്ച് ആലോചിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ? എത്രമാത്രം ഹൃദയം പടഞ്ഞു പോകുന്ന അവസ്ഥയിലായിരിക്കും നമ്മൾ ഉമ്മയുടെ മരണം എന്ന ഒരു യാഥാർത്ഥ്യത്തെക്കുറിച്ച് ആലോചിക്കുക. ഇവിടെ ഉമ്മ മരിച്ചുപോയ ആളുകൾ ഉണ്ടാകും. ആ ഉമ്മയുടെ മരണം നടന്ന ആ ഒരു ദിവസത്തെക്കുറിച്ച് ഇന്നും കണ്ണിൽ കണ്ണീര് വന്നുകൊണ്ടല്ലാതെ പലപ്പോഴും നമുക്ക് അതിനെക്കുറിച്ച് വീണ്ടും ആലോചിക്കാൻ കഴിയൂല. ആ ഉമ്മയുടെ മരണത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മുടെ ശബ്ദമിടറും, അല്ലേ? ഇതെല്ലാവർക്കും സംഭവിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ സ്വന്തം ഉമ്മ മരിച്ചു കിടക്കുമ്പോൾ, സ്വന്തം ഉമ്മ പെറ്റുമ്മ മരിച്ചു കിടക്കുമ്പോൾ ഇങ്ങനെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടാൻ, അതിനെക്കുറിച്ചൊന്ന് ആലോചിക്കാൻ നമുക്ക് ആർക്കെങ്കിലും സാധിക്കുമോ? നമ്മുടെ വന്യമായ ഭാവനയിലെങ്കിലും ഇങ്ങനെ ഒരു പോസ്റ്റ് നമുക്ക് ആലോചിക്കാൻ പറ്റുമോ? ഉമ്മ മരിച്ചു, ഹൂറന്മാർക്ക് വേണ്ടി സ്വന്തം മകനെ വരെ തള്ളിപ്പറഞ്ഞ എൻ്റെ ജിഹാദി ഉമ്മ ഹൂറന്മാരുടെ ഇല്ലാത്ത ലോകത്തേക്ക് പോയി ആദരാഞ്ജലികൾ. ഇത് ഏതെങ്കിലും ആളെക്കുറിച്ചല്ല, സ്വന്തം നൊന്ത് പെറ്റ ഉമ്മയെക്കുറിച്ച് ഒരു മകൻ ഉമ്മ മരിച്ച് ആ ചൂടാറുന്നതിന് മുമ്പ് ഫേസ്ബുക്കിൽ കുറിച്ചതാണ്. എന്തേ കാരണം? അവനെ ആ രൂപത്തിലൊന്ന് എഴുതിയിടുന്നതിന്, അത് പോസ്റ്റ് എന്ന് പറയുന്ന ആ ബട്ടൺ അമർത്തുമ്പോ അവന്റെ കൈയൊന്ന് വറക്കുന്നത് പോലും സംഭവിക്കാത്ത രൂപത്തിലേക്ക് മനസ്സ് മരവിപ്പിക്കുന്ന അവസ്ഥയിലേക്ക്. ഇത് ഞാൻ വെറുതെ പറയുന്നല്ല, ഇത് ഏതെങ്കിലും ഒരു വ്യക്തിക്ക് മാത്രം സംഭവിക്കുന്ന ഒരു കാര്യമല്ല. ഈ ചിന്തകൾ കൊണ്ട് സമൂഹത്തിൽ പടരുന്നത് ഇത്തരം ചില കാര്യങ്ങളാണ്. വെറുപ്പ് പ്രസരിപ്പിക്കപ്പെടുന്ന ഫാക്ടറികളായി ഇവർ മാറുകയാണ്, അല്ലേ? നമ്മൾ കാണുകയാണ് ഫേസ്ബുക്കിലും സോഷ്യൽ മീഡിയയിലും ഒക്കെ എന്തെങ്കിലും ഒരു മരണവാർത്തയോ അല്ലെങ്കിൽ ഏതെങ്കിലും മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എന്തെങ്കിലും പേരുള്ള വാർത്തകൾ പോലും വരുമ്പോൾ അതിനെ താഴെ വരുന്ന വൃത്തിഹീനമായ കമന്റുകൾ. കഴിഞ്ഞ ദിവസം വാൽപ്പാറയിൽ ഒരു ആക്സിഡന്റ് നടന്നു. നമ്മളെല്ലാവരും വളരെ പ്രയാസത്തോടു കൂടിയാണ് ആ വാർത്ത വായിച്ചത്. ആ വാർത്തയുടെ താഴെ ഒരു കമന്റാണ്, ഇത് വളരെ വ്യാപകമായി നമ്മൾ കാണുന്ന ഒരു കമന്റാണ്. ഇതിന്റെ സ്രോതസ് എവിടെ നിന്നാണ് നമ്മൾ നോക്കേണ്ടതുണ്ട്. ഇത് കേവലം ഒരാൾ ഇട്ടതല്ല, വേറൊരു വാർത്തക്കും ഇതേ വ്യക്തി തന്നെ ഇങ്ങനൊരു കമന്റ് ഇട്ടത് നിങ്ങൾ കണ്ടോളൂ, അല്ലേ? അത് പേര് കണ്ടാൽ തന്നെ ആ രൂപത്തിലേക്ക് ചിന്തിക്കുക. ഇതിന്റെ സ്രോതസ് എവിടുന്നാണ്? ഇവർ പറയുന്നത് ഫ്രീ തിങ്കേഴ്സ് ആണ് എന്നാണ്. അത്തരത്തിലുള്ള പോസ്റ്റുകളാണ് ഇവർ ഷെയർ ചെയ്യുന്നത്. അപ്പൊ ഞാൻ പറയുന്നത്, ഈ വെറുപ്പിന്റെ സ്രോതസ്സായി ഇവർ മാറുന്നു എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്,
ഇത് ഏതെങ്കിലും ചില മതങ്ങളോടുള്ള വെറുപ്പ് എന്ന നിലക്ക് ഏതെങ്കിലും വ്യക്തികളിൽ ഒതുങ്ങുന്നതല്ല, മറിച്ച് അത് സമൂഹത്തിലേക്ക് പടരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. സമൂഹത്തിലേക്ക് പടരാൻ കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഉത്തരേന്ത്യയിൽ നടന്ന ഒരു സംഭവം, ഒരു ക്രൈസ്തവ പ്രാർത്ഥനാ യോഗത്തിലേക്ക് ഒരു വ്യക്തി കടന്നു ചെല്ലുകയാണ്. എന്നിട്ട് ആ പാസ്റ്ററെ ഇരുത്തിക്കൊണ്ട് അദ്ദേഹം നടത്തുന്ന ചില കോപ്രായങ്ങൾ, അതിന്റെ രംഗങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഏതാനും രംഗങ്ങൾ, കുറച്ച് ഭാഗങ്ങൾ മാത്രം നിങ്ങൾ കണ്ടോളൂ. मैं ये पूछना चाहता हूँ मिस्टर फादर से, चर्च का फादर से मैं पूछना चाहता हूँ कि जीसस क्राइस्ट का ग्रंथ का नाम बताओ। इसमें कोई ग्रंथ करके नहीं है। हाँ हाँ, क्या है? द गॉस्पेल ऑफ जॉन, वो सब क्या चीज है? बाइबल क्या चीज है? धार्मिक ग्रंथ है। ये कहाँ से मैन्युफैक्चर हुआ है? जस्ट टेल मी, कहाँ से मैन्युफैक्चर हुआ है? Of course, it was not printed in India. भारतवर्ष में ये पैदा हुआ ही नहीं था. അപ്പോൾ അതിന്റെ ദൃശ്യങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. അതായത് ഒരു ക്രൈസ്തവ പ്രാർത്ഥനാ യോഗത്തിലേക്ക് കയറി ചെന്നുകൊണ്ട് നിങ്ങളുടെ ബൈബിൾ ഇന്ത്യയിൽ നിന്ന് പ്രിന്റ് ചെയ്തതല്ല, അല്ലെങ്കിൽ അതിന്റെ ആശയം ഇന്ത്യയിലല്ല, അതുകൊണ്ട് ഇവിടെ അത് പാടില്ല. അതേപോലെ തന്നെ യേശു ക്രിസ്തു എങ്ങനെയാണ് ജനിച്ചത്, ഒരു പിതാവില്ലാതെ ജനിക്കാൻ സാധ്യമാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് കോപ്രായങ്ങൾ നടത്തിയ ആളെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ആ രൂപവും ഭാവമൊക്കെ കണ്ടിട്ട് പല ആൾക്കാരും മനസ്സിലാക്കി സംഘപരിവാർ ഭീകരരാണെന്നാണ്. പക്ഷേ അദ്ദേഹം ഒരു എക്സ് മുസ്ലിം ആയിരുന്നു. അതിന്റെ വാർത്തകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇയാളെന്ന് പറയുന്നത് ബംഗ്ലാദേശിലുള്ള ഒരു എക്സ് മുസ്ലിം ആയിരുന്നു. ഞാൻ പറയുന്നത് ഇത്തരത്തിലുള്ള ആളുകൾ ഇവര് ഈ രൂപത്തിലാണ് സമൂഹത്തിൽ പ്രദർശിപ്പിക്കപ്പെടുന്നതും, അല്ലെങ്കിൽ അങ്ങനെയാണ് ഇവർ പോകുന്നതും. എല്ലാ ന്യൂനപക്ഷങ്ങൾക്കു നേരെ, അതേപോലെ തന്നെ വൾണറബിളായ ആളുകൾക്ക് നേരെ അതിക്രമിക്കുന്ന അവസ്ഥയിലേക്ക് പോലും ഇവർ പോവാൻ. കഴിഞ്ഞ വർഷം ഡിസംബറിലാണ് ജർമ്മനിയിൽ ഒരു ക്രിസ്തുമസ് മാർക്കറ്റിലേക്ക് ഒരു കാറിടിച്ചുകൊണ്ട് 6 പേരെ കൊന്നത്. ആ കാറിടിച്ച് 6 പേരെ കൊന്നത് ഒരു എക്സ് മുസ്ലിം ആയ ഒരു ഡോക്ടറാണ്. ഇത് കേവലമായ ഏതെങ്കിലും ഒരു എക്സ് മുസ്ലിം ഡോക്ടർ അല്ല, മറിച്ച് BBC തന്നെ ഫീച്ചർ ചെയ്തൊരു എക്സ് മുസ്ലിം ഡോക്ടറാണ്. ആ ഫീച്ചർ നിങ്ങൾ കണ്ടോളൂ. Hi, my name is Talib. I'm from Saudi Arabia. I'm an activist. I created a website to help people seeking asylum, especially from Saudi Arabia and the Gulf region. അപ്പോ BBC ഫീച്ചർ ചെയ്തൊരു എക്സ് മുസ്ലിം ആണ്. അവസാനം ഒരു ഭീകരാക്രമണം നടത്തുന്ന എക്സ് മുസ്ലിം ഭീകരരുണ്ടാകും. ഞാൻ പറയുന്നത് എന്താ ചോദിച്ചാൽ, ഇങ്ങനെയുള്ള അവസ്ഥയിലേക്ക് തങ്ങളുടെ മനസ്സിലുള്ള വെറുപ്പും വിദ്വേഷവും, സ്വന്തം ഉമ്മ മരിച്ചാൽ പോലും ഇങ്ങനെ പോസ്റ്റ് ഇടുന്ന അവസ്ഥ, ആ മാനസികാവസ്ഥ ഏതായിരിക്കും നമുക്ക് ആലോചിക്കാലോ. ആ മാനസികാവസ്ഥയാണ് സമൂഹത്തിൽ മറ്റുള്ളവർക്ക് നേരെ അക്രമം അഴിച്ചുവിടുന്നതിലേക്ക്, ഭീകരാക്രമണങ്ങൾ നടത്തുന്നതിലേക്ക് പോലും ഇവരെ നയിക്കുന്നത് എന്നുള്ള നമ്മൾ മനസ്സിലാക്കണം. അതിന്റെ അർത്ഥം എല്ലാ എക്സ് മുസ്ലിമുകളും ഭീകരവാദികളാണെന്നല്ല, മറിച്ച് അത്തരം ഭീകരാക്രമണങ്ങളിൽ നിന്നും തടയുന്ന ഒന്നും ഇവർക്കില്ല എന്നുള്ളതാണ്. അങ്ങനെ സമൂഹത്തിൽ വെറുപ്പും വിദ്വേഷവും പടർത്തുക എന്നല്ലാതെ ഉമ്മയെ സ്നേഹിക്കണമെന്ന് പറയുന്ന ഒരു നിരീശ്വരവാദിയെ, അല്ലെങ്കിൽ പാവപ്പെട്ടവരെ സഹായിക്കണേ എന്ന് പറയുന്ന ഇത്തരക്കാരെ നമുക്ക് കാണാൻ പറ്റുമോ? ഒരു നന്മയും സമൂഹത്തിന് കൊടുക്കാനില്ല എന്ന് മാത്രമല്ല, ഇങ്ങനെയുള്ള കുറച്ചാളുകളെ ഉണ്ടാക്കി വിടുക എന്നുള്ളതാണ് ഇത്തരക്കാരെ കൊണ്ട് സംഭവിക്കുന്നത്. പക്ഷേ പലപ്പോഴും സംഭവിക്കുന്ന എന്താ ചോദിച്ചാൽ, ഇവർ സോഷ്യൽ മീഡിയയിൽ 24 മണിക്കൂറും മാസത്തിൽ 30 ദിവസവും പെറ്റ് കടന്നുകൊണ്ട് വെറുപ്പും വിദ്വേഷവും കളവുകളും പറയും. അതിങ്ങനെ കേൾക്കുന്ന ആളുകൾക്ക് തോന്നുകയാണ് ഇവർ എന്തോ ആധികാരികമായി സംസാരിക്കുന്ന ആളുകളാണ്, ഇവർ മതത്തെക്കുറിച്ച് പഠിച്ചുകൊണ്ട് സംസാരിക്കുന്നവരാണ് എന്നൊക്കെ. പക്ഷേ യഥാർത്ഥത്തിൽ ഇവരുടെയൊക്കെ തനി സ്വരൂപം എന്താണ് എന്നുള്ളത് നമ്മളൊന്നും പറയേണ്ടതില്ലാത്ത രൂപത്തിൽ ആളുകൾക്ക് കുറച്ചൊന്ന് ചിന്തിക്കാൻ തയ്യാറാവുകയാണെങ്കിൽ മനസ്സിലാവും. ഈ പറഞ്ഞ ആളുകൾ അവർ സ്വയം തന്നെ നുണ പറയുമെന്ന് പറയുന്ന ആൾക്കാരാണ്. എന്നാലോചിച്ച് നോക്കുക, ആരെയാണ് സമൂഹം കേട്ട് മരണവാർത്തകൾക്ക് താഴെ പോലും വെറുപ്പ് പറയുന്നത്? സ്വയം നുണ പറയുമെന്ന് പറഞ്ഞവരാണ്. കേട്ടോളൂ നിങ്ങൾ. മേൽനോട്ടത്തിലാണ്. അപ്പോൾ അതുകൊണ്ട് എക്സ് മുസ്ലിങ്ങൾ തന്നെയാണ് അത് കൈകാര്യം ചെയ്യുന്നത്. ഇനി അത് എടുക്കൂല എന്നൊക്കെയാണ് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ അത് പള്ളി പറഞ്ഞാൽ അറിഞ്ഞു നോക്കി എന്നതാണ് അവിടുത്തെ കാണുന്ന കാരണമായിട്ട് പറയുന്നത്. ഇതൊക്കെ അതെ അൽ തബിരിയിലുണ്ട്, ഇബ്നു സാദിലുണ്ട്, ഒക്കെ നിങ്ങൾക്ക് പോയിട്ട് വെരിഫൈ ചെയ്യാം. എന്നിട്ട് നുണയാണെങ്കിൽ പറയാം, നമ്മൾ തിരുത്താം, മാപ്പ് പറയാൻ നമ്മൾ തയ്യാറാണ്. എനിക്കിത് ഇനി പോയിട്ട് വെരിഫൈ ചെയ്യാനൊന്നും വയ്യാഞ്ഞിട്ടാണ്, സമയമില്ല. അപ്പൊ നിങ്ങൾ ഏതായാലും ഇതൊക്കെ വെരിഫൈ ചെയ്ത് തരുന്നുണ്ട്, നമ്മൾ ഇനി എടുത്ത് വീഴ്ചയുള്ളൂ, ബാക്കി നിങ്ങളായി നിങ്ങളെ പാടായി. നോണയൊക്കെ നമ്മൾ ഇനി ചറപറ പറഞ്ഞുകൊണ്ടിരിക്കാൻ പോവാണ്. ഒരു വെരിഫിക്കേഷൻ ഇനി നമ്മൾ നടത്താൻ പോകുന്നില്ല. അസ്മാ ബിൻ അപ്പോ നമ്മളൊരു നുണ പിടിച്ചപ്പോ പറഞ്ഞതാണിത്. ഞങ്ങൾ നുണ ഇനിയും പറയും, നിങ്ങൾ വേണേൽ ഫാക്ട് ചെക്ക് ചെയ്തോളൂ. ഇങ്ങനെ സ്വയം നുണ പറയുമെന്ന് പറയുന്നവർ, സ്വയം ഈ രൂപത്തിൽ
കളവ് പറയുമെന്ന് പറയുന്നവരെയാണ് പല ആളുകളും വിശ്വസിക്കുന്നത്. അതുകൊണ്ട് ആരെങ്കിലും എന്റെ ശബ്ദം കേൾക്കുന്നവരിൽ ഇത്തരക്കാരായ ആളുകൾ വെറുപ്പുദീനികളെ വിശ്വസിച്ചുകൊണ്ട് ഇവർ പറയുന്നതിൽ എന്തോ ആധികാരികതയുണ്ട് എന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ മനസ്സിലാക്കുക, ഞാൻ സ്വയം നുണ പറയുമെന്ന് പറയുന്ന സ്വയം പ്രഖ്യാപിത നുണയന്മാരെയാണ് പല ആളുകളും ആധികാരിക സോസായി എടുത്തത്. ഇത് ഞാൻ പറഞ്ഞത് നേരത്തെ പറഞ്ഞല്ലോ, ഇതൊന്നും പൊളിച്ചെടുക്കാൻ ഇതിനി ആരുടെയും ആവശ്യമില്ല. നമുക്കറിയാം ഇത് AI കാലമാണ്, അല്ലെ? ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാലമാണ്. അത് വളരെ കൃത്യമായി പടച്ചോൻ തന്നെ ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇവരുടെയൊക്കെ തനി സ്വരൂപം എന്താണെന്നുള്ളത് ഇവരുടെ തന്നെ ലൈവുകളിൽ തുറന്ന് കാട്ടപ്പെടുന്ന ഒരു അവസ്ഥയിലൂടെയാണ് കാര്യങ്ങൾ കടന്നു പോകുന്നത്. പലപ്പോഴും ഇവർ പറഞ്ഞെന്താ വെച്ചാൽ, ഇന്റർനെറ്റ് വന്നാൽ, ടെക്നോളജി വികസിച്ചാൽ മതമില്ലാതാകും, ഇസ്ലാം ഇല്ലാതാകും, ഇസ്ലാം ഇത് 2029 ഇല്ലാതാകും എന്നൊക്കെ പറഞ്ഞ് ടൈമറും വെച്ച് കാത്തിരുന്ന കുറെ ആൾക്കാരുണ്ടായിരുന്നു. പക്ഷേ AI ഒക്കെ വന്നപ്പോൾ എന്താ സംഭവിച്ചെന്ന് ചോദിച്ചാൽ, ഒരു ഉദാഹരണം മാത്രം നിങ്ങൾക്ക് കേൾക്കാം. ഇവരുടെയൊക്കെ വെറുപ്പ് ലൈവുകൾ ഉണ്ടാവും. ആ ലൈവില് ഒരാൾ വന്നിട്ട് ഒരു ദിവസം പറഞ്ഞു, AI ഒരു കാര്യം ചോദിച്ചാൽ ഇസ്ലാമിനെതിരെ ഒരു കാര്യം കിട്ടാനുണ്ട്, നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ എന്ന് പറഞ്ഞു. അങ്ങനെ ആയിരക്കണക്കിന് ആളുകളുടെ മുമ്പിൽ ആ AI ഒരു ചോദ്യം ചോദിക്കുന്നതും ആ AI അതിന് ഉത്തരം പറയുന്നതും നിങ്ങൾ കണ്ടോളൂ. ചാറ്റ്ജിപിയോട് ഞാൻ ചോദിച്ച ചോദ്യം ബേസിക് ആയിട്ട് നിങ്ങൾക്കും ആർക്കും വേണമെങ്കിൽ ചോദിക്കാവുന്നുള്ളൂ. ജിപിയോട് ഞാൻ ചോദിച്ചു, ഞാൻ വേണമെങ്കിൽ അതിന്റെ ഫുൾ സ്ക്രിപ്റ്റ് ഞാൻ നിങ്ങൾക്ക് അയക്കാം, വാട്സപ്പിൽ അയക്കാം. ചാറ്റ്ജിപിയോട് ഞാൻ ചോദിച്ച ചോദ്യം ബേസിക് ആയിട്ട് നിങ്ങൾക്കും ആർക്കും വേണമെങ്കിൽ ചോദിക്കാവുന്നുള്ളൂ. വാട്ട് ഈസ് ദ മോസ്റ്റ് വയലന്റ് റിലീജിയൻ ഇൻ ദ വേൾഡ് എന്ന് ചോദിക്കുമ്പോ അവർ ഓപ്ഷൻസ് അവരെ കുറിച്ച് ഉത്തരം പറയും. ഇപ്പൊ നിങ്ങൾ വിച്ച് ഈസ് ദ മോസ്റ്റ് വയലന്റ് റിലീജിയൻ ഇൻ ദ വേൾഡ്, ഏതാണ് ഏറ്റവും അക്രമാസക്തമായ മതം ഏതാണ് എന്നുള്ളത് ChatGPT-നോടൊന്ന് ചോദിച്ചു നോക്ക് എന്ന് പറഞ്ഞു. അപ്പോൾ നല്ല ആവേശമായി. ചോദിച്ചാൽ എന്ത് ചെയ്യും, നല്ല ഉത്തരമൊക്കെ കിട്ടും. അതുകൊണ്ട് എന്ത് ചെയ്തു, ലൈവിൽ ആയിരക്കണക്കിന് ആൾക്കാർ മുമ്പിൽ ലൈവിൽ ചോദിക്കാൻ പോവാൻ. Violent. What is the most violent religion in the world? With scripture wise, just mention this scripture wise. What is the most violent religion in the world? The world scripture wise. Okay. Sure. നമുക്കൊരു ആൻസർ കൂടി കിട്ടും നോക്കാം. Yeah, yes sir. Go for it. തിങ്കിങ്, ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ഫ്രീ വേർഷനിലാട്ടോ നമ്മൾ നോക്കണം. ഞാനും ഫ്രീ വേർഷൻ തന്നെയാണ്. അതൊക്കെ വരണ്ടല്ലോ. No scripture is a single-minded manual of peace or of violence. വിചാരിച്ച കിട്ടിയില്ല. അപ്പോൾ ഏതാണ് ഏറ്റവും അക്രമാസക്തമായ മതം ചോദിച്ചാൽ അപ്പം തന്നെ ഇസ്ലാം എന്നായിട്ട് പറയുന്നൊക്കെ വിചാരിച്ചിട്ട് ആവേശത്തിൽ അടിച്ചോക്കിയതായിരുന്നു. ആയിരക്കണക്കിന് ആൾക്കാർ ഇങ്ങനെ കണ്ടുകൊണ്ട് കേട്ടോ. അപ്പോൾ പറയണേ അങ്ങനെ ChatGPT പറയണം, അങ്ങനെ മതമൊന്നും എന്ത് ചെയ്യുന്നില്ല, അങ്ങനെ പിന്നെ അക്രമൊന്നും പഠിപ്പിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ളൊരു മറുപടി പറഞ്ഞു. പക്ഷെ മൂപ്പർക്ക് തൃപ്തിയാവുന്നില്ല, മൂപ്പര് പിന്നെയും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. The sacred canons, Hebrew, Bible, Old Testament, New Testament, Quran, Hindu epics. This is not what I have. നമുക്ക് വേണ്ട ഉത്തരം ഇതല്ല. Just to mention, ഒരു സെക്കൻഡ്. അതിനൊക്കെ I am not a woke. ഞാൻ വോക്കല്ല. Be straightforward. just go. ഒരു സെക്കൻഡ്. എൻ്റെ രീതി ഞാനൊന്ന് നോക്കാം. ഓക്കെ. എന്താ വരാൻ പോണേ നോക്കാം. If you are forced the question down to which major scripture contains the largest quantity of harshest descriptions of divinely sanctioned violence, the answer most scholars point to is Hebrew Bible or Hebrew Bible. അപ്പോൾ ലൈവിൽ ഇങ്ങനെ ഉത്തരം കിട്ടാൻ വേണ്ടി കാത്തുനിന്ന് നോക്കിയപ്പോൾ അവസാനം ChatGPT-നോട് സ്ക്രിപ്ചർ വൈസ് ഏറ്റവും കൃത്യമായിട്ട് പറയണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഹീബ്രു ബൈബിളിലാണ് എന്നാണ്. അപ്പോൾ പിന്നെയും നോക്കുകയാണ് ഇസ്ലാമിനെ കുറിച്ച് എന്തെങ്കിലും എവിടെയെങ്കിലൊക്കെ ഉണ്ടാവോ എന്ന് പറഞ്ഞ് ചോദിച്ചുകൊണ്ട് വീണ്ടും താഴോട്ടൊക്കെ വായിക്കട്ടെ. Old Testament, especially the historical books from Deuteronomy through 2 Kings. ഇതാണ് പറയുന്നത്. അതിൽ ഇസ്ലാം by comparison Quran has explicit battle verses, but they are fewer, shorter and almost always tied to a specific conflict Muhammad faced. അപ്പോൾ ഇസ്ലാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിൽ അങ്ങനെ ബാറ്റിൽ വേഴ്സസ് യുദ്ധവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കുറച്ച് ആയത്തുകളാണുള്ളത്. അതാണെങ്കിൽ കുറച്ചേ ഉള്ളൂ. ഹീബ്രു ബൈബിളുമായിട്ടൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചേ ഉള്ളൂ എന്നൊക്കെയുള്ള. അപ്പോൾ എന്താ സംഭവിച്ചത്, AI വന്നതോടുകൂടി ഇവരുടെ നുണപ്രചാരണം പറയുമ്പോൾ എന്താ പറയുക, ഇസ്ലാം ഭീകരതയുടെ മതമാണ്, ഖുർആൻ എന്ന് പറഞ്ഞാൽ ഫുള്ള് വയലൻസ് ആണ് എന്നൊക്കെയാണ് പറയുക. എന്നിട്ട് ആളുകളുടെ മുമ്പിൽ, ആയിരക്കണക്കിന് ആളുകളുടെ മുമ്പിൽ AI സത്യം വിളിച്ചു പറയാൻ, അല്ലെ? ഇങ്ങനെ യഥാർത്ഥത്തിൽ ഇവരുടെയൊക്കെ ഒരു മെന്റാലിറ്റി വീണ്ടും കുറെ ട്രൈ ചെയ്യാൻ, എങ്ങനെയെങ്കിലും ഇസ്ലാമാണ് ഖുർആനാണെന്ന് പറയാൻ വേണ്ടി. പക്ഷേ നടക്കുന്നില്ല. ഞാനത് കൂടുതൽ കാണിക്കുന്നില്ല. ഇവരുടെ മെന്റാലിറ്റി നമ്മൾ മനസ്സിലാക്കണം. വേറൊരാളുണ്ടായിരുന്നു, അയാൾ ചെയ്തെന്താ ചോദിച്ചാൽ ഏറ്റവും കൂടുതൽ പോണ് കാണുന്നത്, ഈ അശ്ലീല ചിത്രം കാണുന്നത് മുസ്ലിം രാജ്യങ്ങളിലുള്ളവരാണ് എന്ന് അയാൾക്ക് തെളിയിക്കണം.
അപ്പോൾ നേരിട്ട് ഗൂഗിളിൽ അടിച്ചു നോക്കുമ്പോൾ നമുക്ക് അവിടെ ജർമ്മനി, USA, പിന്നെ സ്വീഡൻ ഒക്കെയാണ് കിട്ടുന്നത്. അപ്പോൾ നേരിട്ട് അടിച്ചുകൊണ്ട് കാര്യമില്ല. അപ്പോൾ ഗൂഗിൾ, നേരത്തെ AI ആണെങ്കിൽ ഇപ്പോൾ ഗൂഗിളാണ്. ഗൂഗിളിൽ അടിച്ചു നോക്കുന്ന ഒരു കോലം നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടോളൂ. ഞാൻ എന്താ ഇവിടെ അടിച്ചു കൊടുത്തിരിക്കുന്നത് ഇതേപോലെ മോസ്റ്റ് പോൺ വാച്ചിങ് കൺട്രി പാകിസ്ഥാൻ എന്ന് പറഞ്ഞു. ഞാൻ സെർച്ച് ശരിക്കും നോക്കണേ, സെർച്ച് ബാർ ശരിക്കും നോക്കണം. മോസ്റ്റ് പോൺ വാച്ചിങ് കൺട്രി പാകിസ്ഥാൻ. ഹേയ്, മൂപ്പർക്ക് എന്താ കിട്ടുന്നുണ്ട്? പാകിസ്ഥാനിന് ഉത്തരം കിട്ടണം. അപ്പോൾ അതിൽ ചോദ്യവും ഉത്തരവും ഒരുമിച്ച് തന്നെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. മോസ്റ്റ് പോൺ വാച്ചിങ് കൺട്രി പാകിസ്ഥാൻ. മോസ്റ്റ് പോൺ വാച്ചിങ് കൺട്രി എന്ന് മാത്രം അടിച്ചാൽ എന്ത് കിട്ടും? സ്വീഡൻ, ജർമ്മനി എന്ന് പറഞ്ഞുള്ള വേറെ ലിസ്റ്റും. അതിൽ മൂപ്പർക്ക് താല്പര്യമില്ല. മൂപ്പർക്ക് എന്ത് ചെയ്യണം? ഇസ്ലാമുമായി ബന്ധപ്പെട്ടുകൊണ്ട് എങ്ങനെയെങ്കിലും മുസ്ലിങ്ങൾ കൂടുതലുള്ള രാജ്യം എന്നൊക്കെ പറഞ്ഞ് വരുത്തിക്കണം. അതിനുവേണ്ടി എന്ത് ചെയ്യണം? മൂപ്പര് തന്നെ പാകിസ്ഥാൻ ആൻസർ അടക്കം കൊടുത്തിട്ട്, അപ്പോൾ സ്വാഭാവികമായിട്ടും ഗൂഗിൾ സെർച്ച് എഞ്ചിൻ ആയതുകൊണ്ട് പാകിസ്ഥാൻ എന്ന ടേമുള്ള ആൻസറുകൾ കിട്ടുമല്ലോ. ആ രൂപത്തിലാണ് ഇവർ സെർച്ച് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ എങ്ങനെയെങ്കിലും സത്യസന്ധതയല്ല, ശരി കണ്ടെത്തുക എന്നുള്ളതല്ല, ശരി പറയുക എന്നുള്ളതല്ല, എങ്ങനെയെങ്കിലും ഏത് വളഞ്ഞ വഴി ഉപയോഗിച്ചുകൊണ്ടും മുസ്ലിങ്ങളെയും ഇസ്ലാമിനെയും മോശമാക്കുക എന്നതിനപ്പുറത്തേക്ക് ഒരു അജണ്ടയുമില്ല. ഇത് ഞാൻ പറയുന്നത് ഇത് ആർക്കും മനസ്സിലാകുന്ന കാര്യങ്ങളാണ്. നമ്മുടെ കയ്യിലുള്ള AI ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളെ കുറിച്ചാണ് ഇവർ കളവുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറയുന്നത് AI-യോ ചാറ്റ് ബോട്ടുകളോ എല്ലാ നിലക്കുമുള്ള ശരിയായ സ്രോതസ്സാണെന്നല്ല, പക്ഷേ AI ഉപയോഗിച്ചുകൊണ്ട് പോലും തകർന്ന് തരിപ്പണമാകുന്ന നുണകളാണ് ഇവർ പറയുന്നത്. പൊതുസമൂഹത്തിന് കൃത്യമായി കാണിക്കാൻ പറ്റുന്ന നുണകളാണ്. അപ്പോൾ ഏതുവരെ ചോദിച്ചാൽ ഇവരുടെ ഈ നുണപ്രചാരണങ്ങളെ, ഇവരുടെ ഈ കള്ളങ്ങളെ പൊളിച്ചെടുക്കാൻ ഇപ്പം മുസ്ലിം പണ്ഡിതന്മാരെ പോലും ആവശ്യമില്ല. മുസ്ലിം പണ്ഡിതന്മാർ പോലും ആവശ്യമില്ല. പൊതുസമൂഹം കൈകാര്യം ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തി. ഒരു സംവാദം നടന്നു. ജിഹാദ്, ഇസ്ലാമിലുള്ള ജിഹാദ് ഭയങ്കര പ്രശ്നമാണല്ലോ. ആ ജിഹാദുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളൊരു സംവാദം നടന്നു. അതിൽ ഇസ്ലാമിലെ ജിഹാദ് എന്ന് പറഞ്ഞാൽ മൊത്തം ഭീകരവാദമാണ് എന്നൊക്കെ സ്ഥാപിക്കാൻ വന്നു മറുപടി പറയാൻ വരുന്നത് ഒരു മുസ്ലിം പോലും അല്ലാത്ത ഒരാളാണ്. അയാളാണെങ്കിൽ ഈ AI ഒക്കെ ഉള്ളതുകൊണ്ട്, ഇൻ്റർനെറ്റ് ഒക്കെ ഉള്ളതുകൊണ്ട് വളരെ കൃത്യമായി ഒരു വിഷയം, ഈ ജിഹാദുൽ അക്ബർ എന്നുള്ള ഒരു വിഷയം വന്നപ്പോൾ ഈ വ്യക്തി ചോദിക്കുന്ന ഒരു ചോദ്യവും അതിനെ അപ്പം തന്നെ സ്പോട്ടിലാണ്, മുസ്ലിം പണ്ഡിതൻ പോലും അല്ല കേട്ടോ, മുസ്ലിം പണ്ഡിതൻ പോലും അല്ല, സ്പോട്ടിൽ അതിന് കൊടുക്കുന്ന ഒരു ഉത്തരവും നിങ്ങൾ കേട്ടോളൂ. ഇതുപോലുള്ള കാര്യങ്ങളാണ് ഇവിടെ നടക്കുന്നത്. പിന്നെ ഒരു കാര്യം കൂടി പറയാനുള്ളത്, ഇതുപോലുള്ള ഓരോ വിഷയങ്ങളും മുൻനിർത്തിയിട്ടാണ് പറഞ്ഞപ്പോൾ ഇദ്ദേഹം ചോദിച്ചു ജിഹാദുൽ അക്ബർ അതിനെ ഒന്ന് വിശദീകരിക്കും, അതിനെ തള്ളുമോന്ന് ചോദിച്ചത്. ഞാൻ രാഹുലിനെ വെല്ലുവിളിക്കാൻ, എന്താണ് ജിഹാദ് അക്ബർ എന്ന് ആദ്യം ഡിഫൈൻ ചെയ്ത്. അതായത് ഒരു മുസ്ലിമൊന്നല്ലല്ലോ വരുന്നത്. അപ്പൊ ജിഹാദുൽ അക്ബർ എന്നൊക്കെ പറഞ്ഞാൽ എന്ത്? ജിഹാദുൽ അക്ബർ എന്താ സംഭവം എന്ന് ഒരു മുസ്ലിം അല്ലാത്ത ആൾക്ക് പെട്ടെന്ന് മനസ്സിലാവില്ലല്ലോ. അപ്പോൾ അതെന്താന്ന് പറയും, അത് പറഞ്ഞിട്ട് പോയാൽ മതി എന്നൊക്കെ പറഞ്ഞു. ഇത് AI ഉള്ള കാലാണെന്ന് മൂപ്പർ ആലോചിച്ചില്ല. ഒരു സെക്കൻഡ് കൊണ്ട് സാധനം കിട്ടുമല്ലോ, അതിനെ കിട്ടുന്നത് അപ്പൊ തന്നെ സ്പോട്ടിലാണ് സംഗതി എന്ന് പറഞ്ഞതാ. എന്നിട്ട് നമുക്ക് അതിനെക്കുറിച്ച് ബാക്കി പറയാം. ഞാൻ വെല്ലുവിളിക്കുകയാണ്, അത് പറഞ്ഞ രാഹുൽ അത് വിഴുങ്ങേണ്ടി വരും എന്നുള്ളതാണ് എനിക്ക് പറയുന്നത്. കാരണം ജിഹാദ് അക്ബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞാൽ രാഹുൽ കുടുങ്ങും. രാഹുൽ ധൈര്യമുണ്ടെങ്കിൽ അത് പറയൂ, എന്നിട്ട് നമുക്ക് അതിനെക്കുറിച്ച് ബാക്കി പറയാന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. താങ്ക് യു. ഒരുപാട് ഡ്രാമയൊന്നും വേണ്ട, ഇപ്പം തന്നെ പറയാം. ജിഹാദ് അൽ അക്ബർ അൽ ബൈഹക്കി പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഒരു യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ, വി ഹാവ് റിട്ടേൺ ഫ്രം ലെസർ ജിഹാദ് ടു ഗ്രേറ്റർ ജിഹാദ് റിഗാർഡിംഗ് സെൽഫ്. ഇതിൽ എന്താ എത്ര പറയാനുള്ളത്? പുള്ളിക്ക് മറുപടി ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഈ മറുപടി പറഞ്ഞാൽ അന്താരാഷ്ട്ര പ്രശ്നം ഉണ്ടാവും എന്ന് പറയുന്നത്. രണ്ട് എന്ന് ഓർക്കുക. ഇപ്പൊ അദ്ദേഹം പറയുന്നത് അത് ആ പരിപ്പ് അവിടെ വേവില്ല, പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി എന്നും അറിയുക. പരിഹാസം പരാജിതന്റെ ആയുധമാണ്. പരിഹാസം എന്നും പരാജയത്തിന്റെ ആയുധമാണ്. പോയിന്റുകൾ ഇല്ലാത്തപ്പോഴാണ് ആ സാധനങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ഒരു മുസ്ലിം പോലും അല്ലാത്ത ഒരാള് സ്പോട്ടിൽ ഒന്ന് ആലോചിച്ച് നോക്കുക. വിവര സാങ്കേതിക വിദ്യ വളർന്നപ്പോൾ ഇസ്ലാം ഇല്ലാതാവുമെന്ന് പറഞ്ഞ ആൾക്കാരാണ്. സംവാദത്തിൽ സെക്കൻഡുകൾ കൊണ്ടാണ് പണി കിട്ടുന്നത്. ഇപ്പോൾ മനസ്സിലായില്ലേ? അപ്പോൾ ഒരു മുസ്ലിം പോലും അല്ലാത്തവർക്ക് പോലും കൃത്യമായി ഇസ്ലാമുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ പറയാൻ സാധിക്കുന്ന ഒരവസ്ഥയിലേക്ക് മുസ്ലിം പണ്ഡിതന്മാർക്കൊന്നും ഇനി ചെയ്യേണ്ട കാര്യമില്ല. കാരണം ഇവർ പറയുന്ന കളവുകൾ അത്രമേൽ ബാലിശമാണ്. ഒരു ഗൂഗിൾ സെർച്ച് കൊണ്ട്, ഒരു AI ചാറ്റ് ബോട്ട് കൊണ്ട് തകർന്നടിയുന്ന കളവുകളാണ് ഇവർ പറയുന്നത്. പക്ഷേ പലപ്പോഴും എന്താണെന്ന് ചോദിച്ചാൽ ആളുകൾ എഫേർട്ട് ഇടൂല. ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയുന്നത് കാണുമ്പോൾ, ഒരു റീല് കാണുമ്പോൾ, ഒരു ഷോർട്സ് സ്ക്രോൾ ചെയ്യുമ്പോൾ അതിലെന്തെങ്കിലും പറയും, പടച്ചോനെ ഇസ്ലാമിൽ ഇങ്ങനെ ഉണ്ടോ, റസൂൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ, പടച്ചോനെ എനിക്കാകെ പേടിയാവുന്നു അല്ലേ. ഒരു ഗൂഗിൾ സെർച്ച് കൊണ്ട് കഴിയുന്ന കാര്യമായിരിക്കും. പക്ഷെ പലപ്പോഴും പല ആളുകളും അതിനുള്ള എഫേർട്ട് ഇടൂല. അങ്ങനെ ആളുകൾ പണിയെടുക്കൂല എന്നുള്ളതാണ് ഇവരുടെയൊക്കെ വിശ്വാസം. ഒറ്റ സെർച്ച് കൊണ്ട് തീരുന്നതാണ് പല കളവുകളും എന്നുള്ളത് മനസ്സിലാക്കുക. മുസ്ലിങ്ങളല്ലാത്തവർക്ക് ഇസ്ലാമിനെ കുറിച്ച് സംവദിക്കാൻ പറ്റുന്ന കാലഘട്ടമാണിത്. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും, മുസ്ലിങ്ങൾ പ്രത്യേകിച്ചും, ഇസ്ലാമിനെ കുറിച്ച് കൂടുതൽ പഠിക്കാൻ, മനസ്സിലാക്കാൻ തയ്യാറാവണം. ഇത്തരം നുണകൾ
ദിവസവും 24 മണിക്കൂറും ഇങ്ങനെയുള്ള ആളുകൾ പടച്ചുവിടുകയാണ്. ചില സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ഇത്തരം നുണകൾ പടച്ചുവിട്ടുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ക്രെഡിബിലിറ്റി പൊതുസമൂഹത്തിൽ തന്നെ തകർന്ന് തരിപ്പണാവാൻ. പക്ഷേ ചില ആൾക്കാർ ഇതൊക്കെ കാണുമ്പോൾ എന്തെങ്കിലും റീലും ഷോട്ടും കാണുമ്പോഴേക്ക് ആകെ ബേജാറാവാൻ. അപ്പോൾ അതുകൊണ്ട് ഇത്തരം ആളുകൾ അവർ പറയുന്നില്ല സത്യസന്ധത എത്രത്തോളം ഉണ്ട് എന്നുള്ളതടക്കം കൃത്യമായി മനസ്സിലാക്കാനും ആ രൂപത്തിൽ ഇവരുടെയൊക്കെ പൊയ്മുഖം പൊതുസമൂഹത്തിന് മുമ്പ് തുറന്നു കാണിക്കുവാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ആ രൂപത്തിൽ ഇത്തരം നുണപ്രചാരണങ്ങളെ തടുക്കുവാൻ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ.